പക്ഷേ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലോ പരസ്പരം തെറ്റി നടക്കുക എന്നത് ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. മുഖത്തോട് മുഖം നോക്കാതിരിക്കുക, സലാം പറയാതിരിക്കുക, പറഞ്ഞ സലാം മടക്കാതിരിക്കുക, ക്ഷണിക്കാതിരിക്കുക, ക്ഷണം സ്വീകരിക്കാതിരിക്കുക, അവനുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് വാശി പ്രകടിപ്പിക്കുക, ഞാൻ ഉണ്ടാകണമെങ്കിൽ ഇന്ന ആളുകളൊന്നും എന്നോട് സംസാരിക്കരുത് എന്ന് പക പ്രകടിപ്പിക്കുക എന്നതൊരു സർവ്വസാധാരണയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരേ വാപ്പാന്റെ മക്കൾ, ഒരേ ഉമ്മയുടെ മക്കൾ ഇന്ന് പലരും അഭിപ്രായ വ്യത്യാസത്തിലാണ്, തമ്മിൽ തെറ്റിയിട്ട അല്ലേ? ഒന്ന് ചോദിച്ചു നോക്കൂ, എന്തേ ജേട്ടന്റെ വീട്ടിലേക്കൊന്നും പോകാറില്ലേ? എന്തേ അനിയന്റെ അടുത്തേക്കൊന്നും ചെല്ലാറില്ലേ? എന്തേ പെങ്ങളടുത്തേക്കൊന്നും പോകുന്നില്ലേ എന്ന് ചോദിച്ചാൽ ചിലർക്ക് തിരിച്ചു പറയാനുള്ള മറുപടി, ഞങ്ങൾ അത്ര ലോക്യത്തിലല്ല, ഞങ്ങളൊന്ന് 2 കൊല്ലായിട്ട് അലോക്യത്തിലാണ്, ഞാൻ അങ്ങോട്ടും പോകാറില്ല, അവരാരും ഇങ്ങോട്ടും വരാറില്ല. എന്തേ കാരണം? അതൊരു നിസ്സാര പ്രശ്നം എന്നോട് പറയാൻ മാത്രമല്ല, ഒരാളോട് പറയാൻ മാത്രമില്ലാത്ത വിഷയത്തിന്റെ പേരിൽ നമ്മളിൽ പലരും ഇന്ന് അലോക്യത്തിലാണ്. പലരോടും, കുടുംബത്തോട്, ബന്ധക്കാരോട്, നാട്ടുകാരോട്, അയൽവാസികളോട്, മകൻ കെട്ടിയ വീട്ടുകാരോട്, മകളെ കെട്ടിയ വീട്ടുകാരോട്, കച്ചവടക്കാരോട്, സഹപ്രവർത്തകരോട്, ഇങ്ങനെ പലരോടും അലോക്യത്തിലായി ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാ. ഏതുവരെ? മരിച്ച വാപ്പാന്റെ വീതം വെച്ച സ്വത്തിന്റെ പേരിൽ, മരിച്ച വാപ്പാന്റെ വീതം വെച്ച പറമ്പിന്റെ പേരിൽ, ഉമ്മാന്റെ കൈത്ത് കിടന്ന മാലയുടെ പേരിൽ, അങ്ങനെ മുഖത്തോട് മുഖം നോക്കാതെ തമ്മിൽ അലോക്യവുമായി നടക്കുന്ന ആളുകൾ എത്രത്തോളം എന്ന് ചോദിച്ചാൽ മരണം വരെ അത് തീർക്കാൻ നമ്മളിൽ പലർക്കും മടിയാണ്. ശ്വാസം നിലയ്ക്കുന്ന സെക്കൻഡ് വരെ അതിൽ കൊണ്ടു നടക്കാൻ നമ്മൾക്ക് താല്പര്യമാണ്. ജീവിതത്തിൽ സംഭവിച്ച ഇന്നെത്രമാത്രം തമ്മിലുള്ള അലോക്യം തീർക്കാൻ മനുഷ്യന് മടിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിന്റെ കഥ പറയാറുണ്ട്. കോഴിക്കോട് സിറ്റിയിലെ പേര് കേട്ടൊരു മഹല്ലാണ് സിറ്റിക്കടുത്തുള്ള മുഖദാർ എന്ന പ്രദേശം. ആ പ്രദേശത്തുണ്ടായ ഒരു വർഷത്തിന് മുൻപുണ്ടായ ഒരു സംഭവം, ഒരേ വാപ്പാന്റെ 2 ആൺകുട്ടികൾ 18 കൊല്ലം മുൻപ് മരിച്ച വാപ്പാന്റെ വീതം വെച്ചപ്പോ ആ കിട്ടിയ അതിന്റെ ഒരു കടയുടെ പേരിൽ 2 ആൺമക്കൾ തമ്മിൽ തെറ്റി. ഒരേ വാപ്പാന്റെ 2 ആൺകുട്ടികൾ തമ്മിൽ തെറ്റി. 18 കൊല്ലം ഒരേ നാട്ടിൽ യാതൊരു ബന്ധവുമില്ലാതെ അവർ ജീവിച്ചു. അതിന്റെ ഇടയ്ക്ക് മക്കളെ കല്യാണം കഴിഞ്ഞു, ബന്ധല്ല. മക്കളിൽ പലരും വീടെടുത്ത് താമസം മാറി, ബന്ധല്ല. ഒരുപാട് ആൾക്കാർ ഇടപെട്ടു നോക്കി, കുടുംബക്കാരിടപെട്ടു, മഹല്ലുകാരിടപെട്ടു. ആളുകൾ ഒരുമിക്കാൻ തയ്യാറാകുന്നില്ല. അവനാന്റെ വലുപ്പത്തരം എനിക്കെന്തിന്റെ കുറവാ, എനിക്ക് 2 ആൺമക്കളില്ലേ, അവര് വിദേശത്താ, എനിക്കെന്തിന് പേടിക്കണം എന്ന അഹങ്കാരത്തിന്റെ ചിന്ത 2 കൂട്ടരും മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പക കാണിച്ചു. കഴിഞ്ഞ വർഷം ജേട്ടൻ ജീവിച്ചിരിക്കെ അനിയന് അറ്റാക്ക് വന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. വാർത്ത നാട്ടിലാകെ പരക്കാൻ തുടങ്ങി. ഇന്നോൻ മരിക്കാറായിട്ടുണ്ട്. 12ഓളം വയറുകൾ അയാളുടെ ഹൃദയഭാഗത്ത് ഘടിപ്പിച്ച് കമ്പ്യൂട്ടറിൽ ശ്വാസം നേർത്ത് വരുന്നത് കണ്ടപ്പോ അവിടെയുള്ള ചില ഡോക്ടർമാര് കുടുംബക്കാരോടൊപ്പപ്പെടുത്തി അറിയിക്കാനുള്ളവർക്ക് അറിയിച്ചോളൂ, ഇത് ഏറ്റവും കൂടുതലായിട്ടുള്ള അറ്റാക്ക. വാർത്ത നാട്ടിലാകെ പരന്നു. അങ്ങനെ പരക്കുന്നതിനിടയിൽ ജേട്ടനോട് ചില നാട്ടുകാർ ചോദിച്ചു, അല്ല എമ്മതേ, എനക്ക് ചെന്നെന്റെ അനിയനൊന്ന് കണ്ടൂടെ? ഒന്നുമില്ലെങ്കിലും ഒരേ വാപ്പാന്റെ മക്കളല്ലേ, മരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഓനെ നിനക്ക് കണ്ട് സംസാരിക്കാലോ, അതൊരു സമാധാനം അല്ലേ എന്ന നാട്ടുകാരുടെ പ്രേരണ കിട്ടിയപ്പോ എല്ലാം തോൽക്കാൻ തീരുമാനിച്ച് ജേട്ടൻ അനിയനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് കയറി ചെന്നു. ഹോസ്പിറ്റലിന്റെ മുൻഭാഗത്തിരിക്കുന്ന അനിയന്റെ മക്കളെ കണ്ടു, സലാം പറഞ്ഞു, കൈപിടിച്ചു, കരഞ്ഞു, സങ്കടങ്ങൾ പലതും പറഞ്ഞു തീർത്തു. വാപ്പന്റെ ജേട്ടൻ മൂത്താപ്പ വന്ന സന്തോഷത്തിൽ അനിയന്റെ മകൻ പറഞ്ഞു, മൂത്താപ്പ ഒന്നകത്ത് കയറി വാപ്പാനെ കണ്ടോളൂ, ഐസിയുവിലാണ്, കാണരുതെന്നൊക്കെയാണ്, എന്നാലും കയറി കണ്ടോളൂ മൂത്താപ്പ, അത് വാപ്പാക്കൊരു വല്ലാത്ത സന്തോഷായിരിക്കും. ഡോക്ടർമാരുടെ സമ്മതം വാങ്ങി ജേട്ടൻ അകത്തേക്ക് കയറിയ വേഗതയിൽ പുറത്തേക്കു ഇറങ്ങി. ചോദിച്ചു, മക്കള് എന്തേ മൂത്താപ്പ, വാപ്പനെ കണ്ടില്ലേ നിങ്ങള്? വാപ്പാനോടൊന്നും മിണ്ടിയില്ലേ നിങ്ങള്? തിരിച്ചുള്ള മറുപടി, മോനെ അവൻ ഉറങ്ങാന്ന് തോന്നുന്നു, ഞാനൊന്ന് തട്ടി വിളിച്ചു നോക്കി, അറിയുന്നില്ല, ഏതായാലും ഉറങ്ങിക്കൊള്ളട്ടെ, വീട്ടിൽ ചെന്ന് ഞാൻ എന്റെ മക്കളെയും കുടുംബത്തിനെയും കൂട്ടിയിട്ട് വരാം.
ആശുപത്രിയുടെ പടിക്കെട്ടുകൾ ഇറങ്ങിപ്പോകുന്ന ജേട്ടനെ മൂത്താപ്പയെ നോക്കി അനിയന്റെ ഭാര്യ മക്കളോട് പറഞ്ഞു, മക്കളെ, വാപ്പ ഉറങ്ങാൻ പാടില്ല എന്നോ ഡോക്ടർമാർ പറഞ്ഞത്? പിന്നെ എങ്ങനെയാ വാപ്പ ഉറങ്ങിയെന്ന് പറയുന്നത്? അകത്ത് കയറിയ മകൻ കണ്ടത് വാപ്പ കണ്ണു തുറന്ന് കിടക്കുന്ന കാഴ്ച. ഇതൊരു കെട്ടുകഥയല്ല. പച്ചയായ മനുഷ്യന്റെ ജീവിതത്തിൽ എത്രമാത്രം നമ്മൾ തമ്മിൽ അകലുക ആഗ്രഹിക്കുന്നുണ്ട് എന്നും മരണത്തിന്റെ മുൻപ് അതൊന്ന് പൊരുത്തപ്പെട്ട് മരിക്കാൻ നമ്മളിൽ എത്ര ആളുകൾക്ക് മടിയുണ്ടെന്നും ഓർമ്മപ്പെടുത്താനുള്ള പച്ചയായ, നമ്മളെപ്പോലെ രക്തമുള്ള, മജ്ജയുള്ള, മാംസമുള്ള ഒരു മനുഷ്യന്റെ കഥയാ. അകത്ത് കയറിയ മകൻ വാപ്പാന്റെ കട്ടിലിന്റെ അരികിച്ചെന്ന് പറഞ്ഞു, വാപ്പ, മൂത്താപ്പ വന്നിരുന്നു, അകത്ത് കയറിയിരുന്നു, നിങ്ങൾ ഉറങ്ങാന്ന് കരുതി തിരിച്ചുപോയതാ. ഇത് കേട്ടപ്പോ 12ഓളം വയറുകൾ നെഞ്ചിൽ ഘടിപ്പിച്ച് മരണത്തെ കൺമുൻപിൽ കാണുന്ന, 6 അടി മണ്ണിന്റെ ചൂടും ചൂരും കാണുന്ന ആ വാപ്പ എന്ന മനുഷ്യൻ സ്വന്തം മകന്റെ മുഖത്തു നോക്കി പറഞ്ഞ മറുപടി, ഓം വന്ന് ഞാൻ കണ്ടിരുന്നു, ഞാൻ കണ്ണങ്ങടച്ചാന്നതാ. അത്രക്കുണ്ട് മനുഷ്യരെ തോൽക്കാനുള്ള മടി. ആരെ കാണിക്കാനായി ഈ വാശി? ആരെ ബോധ്യപ്പെടുത്താനായി ഈ വാശി? ഈ ദുനിയാവിൽ പണമൽപ്പം കൂടിപ്പോയതിന്റെ പേരിലാണോ നമ്മൾക്ക് ഈ അഹങ്കാരം? അള്ളാഹ് തീരുമാനിച്ചിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ഈ ദുനിയാവിൽ ഒരു സെക്കൻഡ് പോരെ മനുഷ്യരെ ഈ കാണുന്ന സൗഭാഗ്യങ്ങൾ ഇല്ലാതായി പോകാൻ. പടർന്നു പിടിക്കുന്ന ക്യാൻസർ എന്ന മാറാരോഗത്തിൽപ്പെട്ട് ആഴ്ചയിൽ 3 നേരം ഡയാലിസിസിന് വിധേയമാക്കപ്പെടുമ്പോ നഷ്ടപ്പെട്ടു പോയ സമ്പത്തിന്റെ ഭാരിച്ച കണക്കുകളും അവസാനം കിടപ്പാടം പോലും പണയപ്പെടുത്തേണ്ടി വന്ന ഗതികേടിലേക്ക് 4ഉം 5ഉം ബസ് മുതലാളിമാരും ലക്ഷക്കണക്കിന് സമ്പത്തിനുടമകളും എത്തിയിട്ടുണ്ട് എങ്കിൽ കൊട്ടാരങ്ങളിൽ താമസിക്കുന്നവരെ, കുടിലുകളിൽ താമസിക്കുന്നവരെ, പണമുള്ളവരെ, ഇല്ലാത്തവരെ, അള്ളാന്റെ തീരുമാനം സെക്കൻഡ് വ്യത്യാസത്തിന് വന്നാൽ അവിടെ തീരും ഈ അഹങ്കാരം, അവിടെ അവസാനിക്കും ഈ അഹങ്കാരം. ഇനി അതല്ല, തറവാടിന്റെ വലിപ്പമാണോ അഹങ്കാരത്തിന്റെ കാരണം? അള്ളാഹ് തീരുമാനിച്ചിരുന്നുവെങ്കിൽ പാതയോര വക്കുകളിൽ കുടിലുകൾ കെട്ടി കൽപ്പണിയെടുക്കുന്ന ഒരണ്ണാച്ചിയുടെ മക്കളാക്കുമായിരുന്നു. അള്ളാഹ് കാണിച്ച ഔദാര്യമാ ഇന്ന വാപ്പാന്റെ മക്കളായി ഇന്ന സമ്പത്തൊക്കെ കിട്ടി ജീവിക്കാൻ പറ്റുക എന്നുള്ളത്. അതുകൊണ്ടാ ലോകത്തിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയതും, നാം ചെയ്യുന്ന അമലുകൾ അള്ളാഹ് സ്വീകരിക്കണമോ എങ്കിൽ നമ്മളുടെ മനസ്സിൽ നിന്നും ബന്ധങ്ങൾ ശുദ്ധിയോടെ, അതിന്റെ പവിത്രതയോടെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഇതറിയാത്തവരല്ല നമ്മളാരും. ആണോ? ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇപ്രാവശ്യത്തെ ഹജ്ജിന്റെ നറുക്കെടുപ്പിന് കിട്ടിയിട്ടുണ്ടാകും, അല്ലേ? അല്ലെങ്കിൽ ഉംറയ്ക്ക് പോകുന്നവരുണ്ടാകും. ഉംറയ്ക്ക് പോകാനായി ഹജ്ജിന് കിട്ടിയിട്ടുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണുന്ന ആൾക്കാരോടൊക്കെ ഒരു സമ്മതം ചോദിക്കലുണ്ട്. അങ്ങാടിയിലായാലും കടത്തിണ്ണയിലായാലും കൈയിങ്ങോട്ട് കൂട്ടിപ്പിടിച്ച്, ഭാര്യനെയും കൂട്ടി കുടുംബത്തിൽ കയറി ചെന്ന് കൈയിങ്ങോട്ട് കൂട്ടിപ്പിടിച്ചിട്ട് പറയും, ഞാനിങ്ങനെ ഉംറയ്ക്ക് പോവുകയാണ്, ഹജ്ജിന് പോവുകയാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പൊരുത്തപ്പെട്ട് തരണം. എന്തിനാ നമ്മൾ അങ്ങനെ പറയാനുള്ള കാരണം? അള്ളാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ചെയ്യുന്ന അമലുകൾ അള്ളാഹ് സ്വീകരിക്കണേ, പൊരുത്തം വാങ്ങണം. അത് ഒരു ഹജ്ജിന് മാത്രമല്ല. നമസ്കരിക്കുന്ന നമസ്കാരം അള്ളാഹ് സ്വീകരിക്കണോ, പൊരുത്തണ്ടാവണം. തൊട്ടു മുൻപ് നമസ്കരിച്ച മഗ്‌രിബ് നമസ്കാരം അള്ളാഹ് സ്വീകരിക്കണോ, ബന്ധത്തിൽ പൊരുത്തങ്ങൾ ഉണ്ടാവണം. ബന്ധം മുറിച്ചവന്റെ ഒരമല് പോലും അള്ളാഹ് സ്വീകരിക്കുന്നില്ല. മദീനത്തെ പള്ളിയിൽ ഒരു നേരം വെളുത്ത സുബ്ഹ് നമസ്കാര ശേഷം ഇബ്നു മസ്ഊദ് എന്ന സ്വഹാബി എഴുന്നേറ്റ് നിന്നു. ഇതുപോലെ എഴുന്നേറ്റ് നിന്നു. ആരാ ഇബ്നു മസ്ഊദ്? ലോകത്തിന്റെ പ്രവാചകന് ഒരായത്ത് അവതരിച്ചു കിട്ടിയാൽ അതാദ്യം അള്ളാഹുവിന്റെ പ്രവാചകൻ ഇബ്നു മസ്ഊദിനൊന്ന് വിശദീകരിച്ചു കൊടുക്കും. കാരണം അള്ളാഹുവിന്റെ തിരുദൂതൻ കഴിഞ്ഞാൽ ഇത്ര മധുരത്തോടെ അത് വിശദീകരിച്ചു കൊടുക്കാൻ കഴിവുള്ള മറ്റൊരു സ്വഹാബില്ല. മെലിഞ്ഞൊട്ടിയ, അങ്ങേയറ്റം ക്ഷീണിച്ച ശരീരമുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം എങ്ങാനും ഖുർആൻ ഓത്തു തുടങ്ങിയാൽ മദീനത്തെ പിന്നാമ്പുറങ്ങളിലെ ഈ തപ്പനയുടെ മറവിൽ ശത്രുക്കൾ പോലും തലകുമ്പിട്ടിരുന്നു. ആ ഓത്ത് കേൾക്കാൻ വേണ്ടി ആ ഇബ്നു മസ്ഊദ് ആ പള്ളിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. സഹാബാക്കളൊക്കെ അങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക. അത്യാവശ്യ കാര്യങ്ങളില്ലെങ്കിൽ ഇബ്നു മസ്ഊദ് അങ്ങനെ നിൽക്കലില്ല. ഇബ്നു മസ്ഊദ് സഹാബാക്കളെ നേരെ സുബ്ഹിക്ക് എല്ലാവരെയും ഒന്ന് നോക്കി അവസാനിക്കാറാകുമ്പോഴേക്കും ഇബ്നു മസ്ഊദിന്റെ കണ്ണിൽ കണ്ണുനീര് വന്നു മൂടാൻ തുടങ്ങി. അതിങ്ങനെ ചാരിട്ട് താടിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ഒലിച്ച് ചാടാൻ തുടങ്ങി. കണ്ടു നിൽക്കുന്ന സഹാബാക്കൾ ചോദിച്ചു, എന്തു പറ്റി ഇബ്നു മസ്ഊദ്? ഇബ്നു മസ്ഊദ് വിങ്ങിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അയ്യുഹ സ്വഹാബ, എന്റെ ജനങ്ങളെ, എന്റെ കൂടെ കൂടിയ ജനങ്ങളെ, ഇതെന്റെ വർത്തമാനമാണ്, അൻസാറിന്റെ വർത്തമാനം. ഈ ആലുവ പ്രദേശത്ത് ശ്രീമൂല നഗരത്തിൽ ഒരുമിച്ച് കൂടുന്ന എന്റെ വാക്ക് കേൾക്കുന്ന എന്റെ മനുഷ്യരെ, നിങ്ങളിൽ ആരെങ്കിലും
ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ, മുഖത്തോട് മുഖം നോക്കാത്തവരുണ്ടെങ്കിൽ, അലോക്യത്തിൽ കഴിയുന്നവരുണ്ടെങ്കിൽ, അള്ളാന്റെ മതത്തിന്റേതല്ലാത്ത വിഷയത്തിൽ നിസാരമായ പ്രശ്നങ്ങൾ ഊതിപ്പെരിപ്പിച്ച് മനസ്സിൽ ശത്രുത കൊണ്ടു നടന്ന് മരണം വരെ അത് തീർക്കാൻ വെപ്രാളപ്പെടുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ, അത് ഉമ്മയോടാവാം, വാപ്പയോടാവാം, അയൽവാസിയോടാവാം, ആരോടുമാവാം, മനസ്സിൽ ആരോടെങ്കിലും ശത്രുത കൊണ്ട് നടക്കുന്ന വ്യക്തികൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർ ഈ സദസ്സ് നെയ്നേൽക്കണം. ഫർജ് മിനൽ മജ്ലിസ്, ഈ സദസ്സ് അവര് പിരിഞ്ഞു പോണം. ഒരു തവണ ഇബ്നു മസ്ഊദ് അത് പറഞ്ഞപ്പോ സഹാബാക്കളൊക്കെ ഇങ്ങനെ വെപ്രാളപ്പെടാൻ തുടങ്ങി. രണ്ടാമത്തെ തവണയും ഇബ്നു മസ്ഊദ് പറഞ്ഞു, അയ്യുഹ സുഹാബ, കേട്ടിട്ടില്ലേ ജനങ്ങളെ, അന്നാ മദീനത്തെ പള്ളിയിൽ ഇബ്നു മസ്ഊദ് എന്ന സ്വഹാബിയാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് ഈ സദസ്സിൽ വെച്ച് ഞാൻ പറയുന്നു, ഈ കൂട്ടത്തിൽ ആരെങ്കിലും ബന്ധം മുറിച്ച് അലോക്യത്തിൽ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ എഴുന്നേറ്റ് പോ. അത് കുറ്റല്ല, അതൊരു പോരായ്മയായിട്ട് കരുതണ്ട. എഴുന്നേറ്റ് പോ, അവർ ഈ സദസ്സിലിരിക്കാൻ പാടില്ല. 3 തവണ ഇബ്നു മസ്ഊദ് അത് വിളിച്ചു പറഞ്ഞപ്പോ ഒരു സ്വഹാബി എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, എന്താ ഇബ്നു മസ്ഊദ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തിനാ ഇത്രയൊക്കെ പറയാനുള്ള കാരണം? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഇന്നല്ലാഹ തആല, തീർച്ചയായും അല്ലാഹു അവന്റെ വാക്ക് ചർച്ച ചെയ്യുന്ന ഇൽമിയായ സദസ്സിൽ ബർക്കത്ത് കൊടുക്കും മലക്കുകളിലൂടെ. അവിടെ ഇരിക്കുന്ന ആളുകളുടെ പാപം അല്ലാഹ് അങ്ങനെ പുറത്തുകൊണ്ടിരിക്കും. ഈ ഒരുമിച്ച് കൂടുന്ന ഇത്രയും ആളുകൾ ഈ വാക്ക് കേൾക്കുന്ന മനസ്സോടെ ഈ ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്ന ഓരോരുത്തർക്കും ലോകത്ത് മനുഷ്യരല്ലാത്ത എത്ര സൃഷ്ടികളുണ്ടോ അവരൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇല്ലാ വാഹിദുൻ, ഒരുത്തൻ ഈ സദസ്സിലില്ലെങ്കിൽ, അവൻ ഈ സദസ്സിലുണ്ടെങ്കിൽ അള്ള പറഞ്ഞയച്ച മലക്കിനെ അള്ളങ്ങ് തിരിച്ചു വിളിക്കുന്ന വസ്തഖ്ബദത് ജുനൂദു ശൈത്വാൻ, പിന്നെ ആ സദസ്സിൽ ബാക്കിയുണ്ടാവുക പിശാചുക്കൾ മാത്രമായിരിക്കും. സഹാബാക്കൾ ഒന്നടങ്കം ചാടി എഴുന്നേറ്റ് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, മൻ യാ ഇബ്നു മസ്ഊദ്, ആരുണ്ടെങ്കിൽ ഇബ്നു മസ്ഊദേ അള്ള കൊടുക്കാൻ ഉദ്ദേശിച്ച ബർക്കത്തും റഹ്മത്തും അള്ള നിർത്തലാക്കുക. ഇബ്നു മസ്ഊദ് സങ്കടത്തോടെ വിളിച്ചു പറഞ്ഞു, മൻ ഖാത്തിഉർ റഹ്മ, ബന്ധം മുറിച്ച ആളുകൾ, അലോക്യത്തിൽ കഴിയുന്ന ആളുകൾ, തമ്മിൽ തെറ്റിയ ആളുകൾ, അവരുള്ള സദസ്സിൽ അള്ളാന്റെ മലക്കിറങ്ങില്ല. അവരുടെ അമലുകളിൽ ഒന്നുപോലും അള്ളാഹു സ്വീകരിക്കുകയില്ല. 5 പകരം 50 നേരം അവര് നമസ്കരിച്ചാലും, 30 പകരം 30 വർഷം സ്ഥിരമായി നോമ്പനുഷ്ഠിച്ചാലും, 10 രൂപയ്ക്ക് പകരം 10 കോടി അള്ളാഹ്ക്ക് മാർഗത്തിൽ ചെലവഴിച്ചാലും ഇല്ല മനുഷ്യരെ, ബന്ധം മുറിച്ച ആളുകളിൽ നിന്ന് ഒരമല് പോലും അള്ളാഹു തആല സ്വീകരിക്കുന്നില്ല. ലാ തുഫ്തഹു അബ്വാബുസ് സമാ, അവന്റെ കർമ്മങ്ങൾ ഏറ്റെടുക്കുന്ന മലക്കുകൾക്ക് മുൻപിൽ ആകാശത്തിന്റെ ഒന്നാമത്തെ കവാടം പോലും അള്ളാഹു തആല അടച്ചു കളയും.